നമസ്കാരം. ഇന്ത്യൻ ബാങ്കിംഗ് ലോകത്തൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചൊരു യാത്രയുടെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു സാധാരണ ബാങ്കായി തുടങ്ങി ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി മാറിയ HDFC ബാങ്കിന്റെ ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായ വളർച്ചയുടെ കഥ. അതെ, ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആ വലിയ ചോദ്യം. ഏകദേശം 20 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു വളർച്ച അതെങ്ങനെ സാധ്യമായി? ഈ യാത്രയിൽ അവരെടുത്ത നിർണായകമായ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? വരൂ, നമുക്ക് ആ കഥയിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ശരി, അപ്പോൾ നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാമല്ലേ? 1995 മുതൽ 2010 വരെയുള്ള ആ കാലഘട്ടം. HDFC ബാങ്ക് അവരുടെ ആ ശക്തമായ അടിത്തറ പാകിയ വർഷങ്ങളായിരുന്നു അത്. വളരെ വേഗത്തിലുള്ളതും അതേസമയം നല്ല തന്ത്രപരവുമായ നീക്കങ്ങളായിരുന്നു ആ കാലഘട്ടത്തിന്റെ ഒരു ഹൈലൈറ്റ്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. 1995-ൽ അവർ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ IPO 55 മടങ്ങാണ് ഓവർ സബ്സ്ക്രൈബ് ആയത്. എന്താ അതിൻ്റെ അർത്ഥം? തുടക്കത്തിലെ ജനങ്ങൾക്ക് അവരിൽ വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു എന്നതിൻ്റെ ആദ്യത്തെ സൂചനയായിരുന്നു അത്. പിന്നെ 1999-ൽ ടൈംസ് ബാങ്കുമായും 2008-ൽ സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബുമായും ലയിച്ചതോടെ HDFC ബാങ്ക് അവരുടെ സൈസ് വലുതാക്കി. ഈ ലയനങ്ങൾ കൊണ്ട് അവർക്ക് ബ്രാഞ്ചുകളുടെ എണ്ണം കൂട്ടാനും പുതിയ കസ്റ്റമേഴ്സിനെ വളരെ പെട്ടെന്ന് കിട്ടാനും പറ്റി. ഈ ലയനങ്ങളിൽ ആ 2008-ലെ സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബുമായുള്ള ലയനം ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായിരുന്നു. ആ ഒരൊറ്റ നീക്കത്തിലൂടെ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒരുപോലെ ശക്തമായൊരു സാന്നിധ്യമാകാൻ HDFC ബാങ്കിന് കഴിഞ്ഞു. അതായത് അതൊരു സാധാരണ ലയനമായിരുന്നില്ല, മറിച്ച് ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിക്കാനുള്ള ഒരു സ്പ്രിംഗ് ബോർഡായിരുന്നു അത്. അപ്പോ അവരുടെ ഈ തന്ത്രങ്ങളൊക്കെ ഫലം കണ്ടോ? ഈ കണക്കുകൾ നോക്കൂ, അതിലുത്തരമുണ്ട്. 2007 ആയപ്പോഴേക്കും ബാങ്കിന്റെ അറ്റാദായം 1100 കോടി രൂപയും കടന്നുപോയി. ഇതിന്റെ വലുപ്പം മനസ്സിലാകണമെങ്കിൽ ഒന്നോർക്കണം. ആ കാലഘട്ടത്തിൽ സ്ഥിരമായി 30% കൂടുതൽ വാർഷിക വളർച്ച നേടാൻ അവർക്ക് പറ്റിയിരുന്നു. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ്. അപ്പോ എന്തായിരുന്നു ഈ വിജയത്തിന് പിന്നിലെ ആ രഹസ്യം? ഇതാണ് അവരുടെ അടിസ്ഥാന തത്വം. പെട്ടെന്നൊരു വലിയ ലാഭമുണ്ടാക്കി പോകുന്നതിലല്ല കാര്യം, മറിച്ച് സ്ഥിരതയുള്ള, നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നൊരു വളർച്ച. അതിലായിരുന്നു അവരെപ്പോഴും ശ്രദ്ധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പാടാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കിയത്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. 2011 തൊട്ട് 2015 വരെയുള്ള സമയം. ബാങ്കിംഗ് എന്ന് പറഞ്ഞാൽ വെറും ബ്രാഞ്ചുകൾ മാത്രമല്ല, ടെക്നോളജിയാണെന്ന് HDFC തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഭാവിയെ മറ്റാരെക്കാളും മുൻപേ അവർ കണ്ടു എന്ന് തന്നെ പറയാം. ഇതിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. ആ സമയത്ത് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ അമേരിക്കയിലെ സിലിക്കൺ വാലിയിലേക്കൊരു യാത്ര പോയി. അവിടെ ടെക്നോളജിയുടെ ആ വലിയ ലോകം കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇതിന്റെയൊക്കെ സാധ്യതകൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചുകൂടാ? ആ ഒരൊറ്റ യാത്ര HDFC ബാങ്കിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായി മാറി. ആ യാത്രയുടെ ഫലങ്ങൾ നോക്കൂ. 1999-ൽ തന്നെ ഓൺലൈൻ ബാങ്കിംഗ് തുടങ്ങി അവർ 2000-ൽ SMS ബാങ്കിംഗും തുടങ്ങി. പിന്നീട് പേയ്സ് ആപ്പ്, 10 സെക്കൻഡിൽ ലോൺ കിട്ടുന്ന സംവിധാനം, ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവർ എതിരാളികളെക്കാൾ ഒരുപാട് ദൂരം മുന്നിലെത്തി. ഇതൊക്കെ വന്നതോടെ കസ്റ്റമേഴ്സിന് ബാങ്കിംഗ് എന്തെളുപ്പമായി. ഈ ചിത്രങ്ങൾ ആ മാറ്റം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരും. ഇടതുവശത്ത് ബാങ്കിന്റെ പഴയ ലോഗോ, വലതുവശത്ത് ഇന്നത്തെ ആ ഒരു ഡിജിറ്റൽ ബാങ്കിംഗ് ലോകം. ഈ മാറ്റം എത്ര പെട്ടെന്നായിരുന്നു എന്ന് നോക്കൂ. ഇതൊരു വെറും മുഖംമിനുക്കലായിരുന്നില്ല, അടിമുടി മാറിയ ഒരു വിപ്ലവമായിരുന്നു. ഈ ഡിജിറ്റൽ മുന്നേറ്റം വെറുതെ ആയില്ല. 2011 ആയപ്പോഴേക്കും ഓട്ടോ ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, ഈ റീറ്റെയിൽ ലോൺ മാർക്കറ്റുകളിലെല്ലാം HDFC ബാങ്ക് ഒന്നാം സ്ഥാനത്തെത്തി. ടെക്നോളജിയെ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മാർക്കറ്റ് പിടിക്കാമെന്ന് അവരവിടെ തെളിയിച്ചു. ഇനി അടുത്ത ഘട്ടം 2016-2020. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു ഇത്. പക്ഷേ HDFC ബാങ്കിന്റെ ആ ശക്തമായ അടിത്തറ അവരെ ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷിച്ചു എന്ന് നമുക്ക് നോക്കാം. നോട്ട് നിരോധനം വന്നു, GST വന്നു, IL&FS പ്രതിസന്ധി. ഇന്ത്യൻ സാമ്പത്തിക രംഗമാകെ ആടിയുലഞ്ഞപ്പോൾ പല ബാങ്കുകളും കിട്ടാക്കടം കാരണം ബുദ്ധിമുട്ടി. അപ്പോൾ ഉയർന്നുവന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു: ഏതു പ്രതിസന്ധി വന്നാലും അതിജീവിക്കാൻ പറ്റുന്ന, ഒരിക്കലും തകരാത്തൊരു ബാങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? മറ്റുള്ളവർ വീണപ്പോൾ HDFC എങ്ങനെ പിടിച്ചുനിന്നു? ഈ ചിത്രം തന്നെയെല്ലാം പറയുന്നുണ്ട്. HDFCയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ റിസ്ക് മാനേജ്മെന്റാണ്. അതായത് അപകടസാധ്യതകളെ മുൻകൂട്ടി കണ്ട് അതിനെ നിയന്ത്രിക്കുന്ന രീതി. ഒരു പ്രശ്നം വന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ വരാതെ നോക്കുന്ന ഒരു സിസ്റ്റം. വീഴാൻ പോകുന്ന ഡൊമിനോകളെ താങ്ങി നിർത്തുന്ന ആ കൈപോലെയായിരുന്നു അവരുടെ പ്രവർത്തനം.
എന്താണ് ഈ റിസ്ക് എന്ന് വളരെ സിമ്പിളായി പറയാം. ബാങ്കുകൾക്ക് ഏറ്റവും വലിയ തലവേദനയുണ്ടാക്കുന്നത് നിഷ്ക്രിയ ആസ്തികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന NPAകളാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ തിരിച്ചു കിട്ടാൻ സാധ്യത കുറഞ്ഞ ലോണുകൾ. കിട്ടാക്കടം. ഒരു ബാങ്കിന്റെ ആരോഗ്യം എത്രയുണ്ടെന്ന് അളക്കുന്നത് തന്നെ ഈ NPA എത്രത്തോളം കുറവാണ് എന്ന് നോക്കിയാണ്. ഈ ചാർട്ട് നോക്കൂ. HDFC ബാങ്കിന്റെ മൊത്തം NPA വെറും 1.33%. അതേസമയം ഇന്ത്യൻ ബാങ്കിംഗ് ഇൻഡസ്ട്രിയുടെ ശരാശരി NPA, പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളുടേത് 7% മുകളിലായിരുന്നു. എന്താണതിന്റെ അർത്ഥം? മാർക്കറ്റിലെ വലിയ അപകടസാധ്യതയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ HDFCയുടെ കണക്കുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഏതു പ്രതിസന്ധിയിലും അവരെ പിടിച്ചു നിർത്തിയ ആ ഘടകം. ഇനി നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. 2021 മുതൽ 2025 വരെയുള്ള കാലഘട്ടം HDFC ബാങ്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും നിർണായകവുമായൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച വർഷങ്ങൾ. അതായിരുന്നു മാതൃകമ്പനിയുമായുള്ള ആ മെഗാലയനം. അതുവരെ നമ്മൾ കണ്ടതെല്ലാം ഒരു തുടക്കം മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യൻ ബാങ്കിംഗ് ചരിത്രം കണ്ട ഏറ്റവും വലിയ, ഏറ്റവും ധീരമായ ഒരു നീക്കത്തിനാണ് പിന്നീട് കളമൊരുങ്ങിയത്. ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ലയനം. ഈ സംഖ്യയുടെ വലുപ്പമൊന്ന് ആലോചിച്ച് നോക്കൂ. 39 ലക്ഷം കോടി രൂപ. ഇത് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയുടെ GDPയുടെ ഒരു പ്രധാന ശതമാനത്തിന് തുല്യമാണിത്. ചില ചെറിയ രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയേക്കാൾ വലുതാണ് ഈ ഒരൊറ്റ ബാങ്കിന്റെ ആസ്തി. ഈ ലയനം വഴി HDFC ഒരു സാധാരണ ബാങ്ക് എന്നതിലുപരി ഒരു സമ്പൂർണ്ണ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റായി മാറി. ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭവന വായ്പാ ശൃംഖല, ബ്രോക്കറേജ് എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ വന്നു. ഇതവർക്ക് ഒരു കസ്റ്റമർക്ക് കൂടുതൽ സേവനങ്ങൾ കൊടുക്കാനും അതുവഴി ഇനിയും വളരാനും വലിയ അവസരങ്ങൾ തുറന്നുകൊടുത്തു. അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 20 വർഷം നീണ്ട വിജയഗാഥയുടെ യഥാർത്ഥ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് HDFC ബാങ്ക് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ബാങ്കുകളിലൊന്നായി മാറിയത്? നമുക്കതിന്റെ ആ രഹസ്യം എന്താണെന്ന് നോക്കാം. ഈ വിജയത്തിന്റെ രഹസ്യക്കൂട്ട് പ്രധാനമായും ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ കുറഞ്ഞ NPA കണക്കുകളിൽ നമ്മൾ കണ്ടതുപോലെ ആ കർശനമായ അച്ചടക്കമുള്ള റിസ്ക് മാനേജ്മെന്റ്. 2, കാലത്തിനനുസരിച്ച് മാറുകയല്ല, കാലത്തിന് മുൻപേ സഞ്ചരിച്ച അവരുടെ ടെക്നോളജിയോടുള്ള ആ ഒരു ഫോക്കസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തു ചെയ്യുമ്പോഴും അതിന്റെയെല്ലാം കേന്ദ്രബിന്ദുവായി കസ്റ്റമറെ കണ്ടുകൊണ്ടുള്ള അവരുടെ സമീപനം. ഇത് ബാങ്കിന്റെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. വെറുതെ ഒരു അക്കൗണ്ട് തുറന്നു പോകുന്നതിനപ്പുറം ഓരോ കസ്റ്റമറുടെയും എല്ലാ പ്രധാനപ്പെട്ട സാമ്പത്തിക ആവശ്യങ്ങളും തങ്ങളിലൂടെ നടത്തുക, അവരുമായി ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കുക. ഈയൊരു ലക്ഷ്യമാണ് അവരുടെ ഓരോ പ്രവർത്തനത്തെയും മുന്നോട്ട് നയിക്കുന്നത്. HDFC ബാങ്ക് ഇന്നൊരു വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. അവരുടെ ഈ യാത്ര ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. അവരിവിടെ അവരുടെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇന്ത്യയിലെ ബാങ്കിംഗ് രംഗത്തിന്റെ ഭാവി എന്തായിരിക്കും? അടുത്ത വിപ്ലവം എവിടെ നിന്നായിരിക്കും വരുന്നത്? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു. നന്ദി.